നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് 12ന്റെ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിലെ എൻഡ് ഓഫ് ദി ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ആണ്. ആ എക്സസൈസിൽ ഏകദേശം ഒരു 24 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. നമ്മളത് പല വീഡിയോസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂളോംസ് ലോയെയും ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൂളോംസ് ലോയും ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജും നന്നായിട്ട് അറിയില്ല എങ്കിൽ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങുക. പലപ്പോഴും നമുക്ക് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മൾ ആ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. അറ്റ്ലീസ്റ്റ് അത് എന്തൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് എന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. What is the force between two small spheres having charges 2 into 10 raised to minus 7 and 3 into 10 raised to minus 7 coulomb placed 30 centimeter apart in air? നമുക്ക് ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ബിക്കോസ് കൂളോംസ് ലോ അനുസരിച്ച് ഫോഴ്സ് ഇസ് ഇക്വൽ ടു K into Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അപ്പൊ നമുക്ക് രണ്ട് ചാർജ് വേണം. ചാർജ് ഇവിടെ തന്നിട്ടുണ്ട്. R is the distance of separation between the charge, that is also given 30 centimeter. 30 centimeter-നെ നമ്മൾ മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. That is 30 into 10 raised to minus 2. Okay, 0.3 ഒക്കെ എഴുതുന്നതിനെക്കാട്ടി ബെറ്റർ പവേഴ്സ് ഓഫ് 10 തന്നെ എഴുതുകയാണ്. That is 3 into 10 raised to minus 1 meter ആണ് നമുക്ക് മീറ്റേഴ്സിൽ കിട്ടുന്നത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So K value is 9 into 10 raised to 9 into 2 into 10 raised to minus 7 into 3 into 10 raised to minus 7 divided by 3 into 10 raised to minus 1 the whole square. Okay, so numerator വരുന്നത് 9 into 2 18, 18 into 3 54, 54 into 10 raised to minus 5 വരും. Okay, divided by 9 into 10 raised to minus 2. 9 into 10 raised to minus 2 ആണ്. 3 into 10 raised to minus 1 into square എടുക്കുന്നത്. So this answer will be 6 into 10 raised to minus 3 Newton. ഇതാണ് നമ്മുടെ ആൻസർ. 6 into 10 raised to minus 3 Newton. ഇപ്പൊ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ സെയിം ടൈപ്പ് ഓഫ് ചാർജസ് ആയിരുന്നു. രണ്ടും പോസിറ്റീവ് ചാർജ് ആയിരുന്നു. അപ്പൊ ഫോഴ്സിന്റെ നേച്ചർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി റിപ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, എന്നിട്ട് നമ്മളത് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഡയഗ്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം they will move in the opposite direction. Forces are acting in the opposite direction. They will repel എന്നൊക്കെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂളോംസ് ലോയുടെ തന്നെ ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ക്വസ്റ്റ്യൻസിനെ നമ്മളൊന്ന് റീറേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The electrostatic force on a small sphere of charge 0.4 microcoulomb due to ഒരു ചാർജ് തന്നിട്ടുണ്ട്. ഡ്യൂ ടു എ സ്മോൾ സ്പിയർ ഓഫ് ചാർജ്, സെക്കൻഡ് സ്പിയറിന്റെ ചാർജ് തന്നിട്ടുണ്ട്. ഇവിടെ ഫോഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യു ഹാവ് ടു കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ്, അതായത് R ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്ത കൂളോംസ് ഇക്വേഷനെ ഞാൻ റീറേറ്റ് ചെയ്യുകയാണ്. R സ്ക്വയർ ഈസ് ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ F. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങാം. 9 into 10 raised to 9 into Q1 എത്രയാണ് വരുന്നത്? 0.4 into 10 raised to minus 6 into 0.8 into 10 raised to minus 6. നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഫോഴ്സ് നെഗറ്റീവ് ആവില്ല, അതിന്റെ ഡയറക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. F is 0.2. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പവേഴ്സ് ഒക്കെ മാറ്റിക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 144 into 10 raised to minus 4 ആണ്. ഇത് R സ്ക്വയർ ആണ്. അപ്പൊ R എത്രയാണ് വരുന്നത്? R is equal to 144ന്റെ റൂട്ട് വരുന്നത് 12 ആണ്. 12 into 10 raised to minus 2 meters എന്നാണ് ആൻസർ വരുന്നത്, അല്ലെങ്കിൽ 12 centimeter ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ദ ഫസ്റ്റ്? ദി സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ദ ഫസ്റ്റ് വണ്ണും ഫസ്റ്റ് വൺ ഡ്യൂ ടു ദ സെക്കൻഡ് വണ്ണും ദേ വിൽ ബി ദി സെയിം. ഓക്കെ, സോ ബിയുടെ ആൻസർ വരുന്നത് ഇറ്റ് വിൽ ബി 0.2 ന്യൂട്ടൺ. എന്തുകൊണ്ടാണ് 0.2 ന്യൂട്ടൺ ആയത്? ബിക്കോസ് ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് രണ്ട് ചാർജസ് ഉണ്ട്, Q1 Q2. ഓക്കെ, Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. നമ്മള് Q1 Q2ൽ എക്സെപ്റ്റ് ചെയ്യുന്ന ചാർജും Q2 Q1ൽ എക്സെപ്റ്റ് ചെയ്യുന്ന ചാർജും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഇക്വേഷൻ എന്താ? F is equal to Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അപ്പൊ അതിൽ Q1 ഉം Q2 ഉം വരുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്യുന്ന ചാർജ് എന്തായിരിക്കും?
സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ 1.3. Check that the ratio KE square by GME MB is dimensionless. Look up the table of physical constant and determine the value of the ratio. What does the ratio signify? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ KE square divided by GME by MB എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കെ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ്. ഇവിടെ കെ എന്ന് പറയുന്നത് നമ്മൾ കൂളോംസ് ലോയിലെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കെ നമ്മൾ റീറേറ്റ് ചെയ്യുകയാണെങ്കിൽ കെ ഈസ് ഇക്വൽ ടു എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യൂ സ്ക്വയർ എന്ന് വരും. അതേപോലെ തന്നെ ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം ഞാൻ ആദ്യം യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പൊ ഇതനുസരിച്ച് കെയുടെ യൂണിറ്റ് എന്താണ് വരുന്നത്? കെയുടെ ഒരു യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ ആണ് വരുന്നത്. അതേപോലെ ജിയുടെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ജിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ കെയുടെ യൂണിറ്റും ഉണ്ട്, ജിയുടെ യൂണിറ്റും ഉണ്ട്. ഇനി കെ ഇ സ്ക്വയർ വരുമ്പോ എന്ത് വരും? അതിന്റെ യൂണിറ്റ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളോം സ്ക്വയർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ ഇൻറ്റു കൂളോം സ്ക്വയർ വരും. അപ്പൊ എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് കെ ഇ സ്ക്വയറിന്റെ യൂണിറ്റ് വരുന്നത്. ഇനി ജി എം ഇ എം പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇ എം പി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോണും മാസ് ഓഫ് പ്രോട്ടോണും ആണ്. സോ എൻ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ ജി സ്ക്വയർ ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോണും കെ ജി ആണ്, മാസ് ഓഫ് പ്രോട്ടോണും കെ ജി ആണ്. സോ ഇറ്റ് വിൽ ബി കെ ജി സ്ക്വയർ. സോ അത് ക്യാൻസൽ ചെയ്തിട്ട് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ ഡയമെൻഷൻ എഴുതുകയാണെങ്കിൽ കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ഇ എം ബിയുടെ ഡയറക്ഷൻ എഴുതുകയാണെങ്കിൽ കെ ഇ സ്ക്വയറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ഏതാണ്? എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ഈ എം മീറ്റർ ആണ്. സോ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും? എം എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു എൽ സ്ക്വയർ. അപ്പൊ രണ്ടിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ഡയമെൻഷൻ ലെസ് ആണെന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ യൂണിറ്റ് എഴുതി പിന്നീട് അതിനെ ഡയമെൻഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയന്റ്. ആദ്യം തന്നെ സപ്പോസ് നിങ്ങൾക്ക് ക്യൂവിന്റെ ഒന്നും യൂണിറ്റ് അറിയില്ല, ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പിന്നെ അത് പാടായിരിക്കും. സോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി അടുത്ത് അതിന്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കെയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 9 ഇൻറ്റു 10 റൈസ് ടു 9 ഇൻറ്റു ഇ വരുന്നത് 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 6.67 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 11 ഇൻറ്റു ഇലക്ട്രോണിന്റെ മാസ് 9.1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 31 ഇൻറ്റു 1.67 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 27. ഇതൊക്കെയാണ് വാല്യൂസ് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് അപ്രോക്സിമേറ്റ്ലി 10 റൈസ് ടു 40 റേഞ്ചിലാണ് വരുന്നത്. എന്താണ് അതിന്റെ മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 റൈസ് ടു 40 ആക്ച്വലി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കെ ഇ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ. Suppose you are separating 2 electrons by a distance r, the gravitational force experienced by the electron or electron proton ayal, because they are having same charges. So electron and proton ne ningal separate cheyumbol r distance same distance il oru electron oru proton oru 1 meter distance il irikkuyanengil they will experience electrostatic force of attraction and they will experience gravitational force of attraction. But compared to their electrostatic force of attraction, their gravitational force of attraction is very
ലെസ്, ബിക്കോസ് അവരുടെ മാസ് വളരെ കുറവാണ്. ഒരുപാട് മാസ്സുള്ള ഒബ്ജക്റ്റുകളിൽ മാത്രമേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു മാഗ്നിറ്റ്യൂഡ് കുറച്ച് വലുതായിട്ട് വരുള്ളൂ. ഇവിടെ 10⁴ 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഇലക്ട്രോസ്റ്റാറ്റിക്കും എഫ് ഗ്രാവിറ്റേഷനിലും നമ്മൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 10⁴ റേഞ്ചിലാണ് വരുന്നത്. അതിന്റെ മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഈസ് വെരി മച്ച് ലാർജർ ദാൻ എഫ്. Electrostatic force of attraction between an electron and a proton is very much larger compared to the gravitational force between them. Okay, അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രിക് ചാർജ് ഓഫ് എ ബോഡി ഈസ് ക്വാണ്ടൈസ്ഡ്. എന്താണ് ഈ ക്വാണ്ടൈസേഷൻ? സപ്പോസ് എപ്പോഴാണ് ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടാവുന്നത്? വെൻ ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ഒബ്ജക്ട് ടു ദി അതർ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റിലോട്ട് ഇലക്ട്രോൺ മാത്രമേ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളൂ. ബിക്കോസ് പ്രോട്ടോൺ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. സോ ഈ പ്രോട്ടോൺ ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. ഇലക്ട്രോൺസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. So when an object, suppose നിങ്ങൾ രണ്ട് ഒബ്ജക്റ്റിനെ റബ് ചെയ്തു, ഒരു ഒബ്ജക്റ്റിന് ഇലക്ട്രോൺ ലൂസ് ആയി മറ്റേ ഒബ്ജക്റ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഈ ഇലക്ട്രോണിനെ കിട്ടുന്ന ഒബ്ജക്റ്റ് നെഗറ്റീവ് ആവും, ബിക്കോസ് നൗ ദേ ഹാവ് ആൻ എക്സസീവ് നെഗറ്റീവ് ചാർജ് ആൻഡ് ദ വൺ ഹു ലോസ് ഇലക്ട്രോൺ ദേ വിൽ ഗെറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇത് എങ്ങനെയാണ് ക്വാണ്ടൈസേഷൻ പറ്റുന്നത്? അപ്പൊ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ പൂർണ്ണമായിട്ടുമാണ് മാറുന്നത്, അല്ലാതെ 1.5 ഇലക്ട്രോൺ 1.25 ഇലക്ട്രോൺ ഇങ്ങനെയുള്ള ട്രാൻസ്ഫേഴ്സ് ഒന്നും പോസിബിൾ ആയി. they will get transfer in a whole they will get transfer. സോ ഒരു ബോഡി അക്വയർ ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോണിന്റെ എക്സ്ട്രാ 3 ഇലക്ട്രോണിന്റെ എക്സ്ട്രാ അങ്ങനെയുള്ള ചേഞ്ചസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. എ ബോഡി അക്വേഴ്സ് ചാർജ് ബൈ ഗെയിനിങ് ഓർ ലൂസിങ് ഇലക്ട്രോൺസ്. Q is equal to Ne. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടൈസേഷൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. Where N is equal to 1, 2, 3, 4. Electric charge exists as integral multiple. Integral multiple എന്ന് വെച്ചാൽ 1 into E, 2 into E, 3 into E. There is no 1.5 E. There is no 1.75 E. Integral multiple of charge of electron, that is 1.6 into 10 raised to minus 19 coulomb. In അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇൻ വൈ വൺ ഇഗ്നോർ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് വെൻ ഡീലിംഗ് വിത്ത് മാക്രോസ്കോപ്പിക് ലാർജ് സ്കെയിൽ ചാർജസ്. മാക്രോസ്കോപ്പിക് ലാർജ് സ്കെയിൽ ചാർജ് മാക്രോസ്കോപ്പിക് ദ ചാർജ് ഇസ് വെരി ഹൈ. അവിടെ നമുക്കറിയാം ഒരു 1 കൂളോമ്പിൽ തന്നെ ഏകദേശം 6 into 10 raised to 18 ഇലക്ട്രോൺ ഉണ്ട്. 1 കൂളോം ചാർജ് ആ ഒരു ചാർജ്. അപ്പൊ മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സോ ഹൈ ആണ്. അപ്പൊ 1-2 ഇലക്ട്രോൺസ് ഒക്കെ ലൂസും ഗെയിനും ഒക്കെ ആവുന്നതൊന്നും അത്ര മാറ്റർ ഒന്നുമല്ല. ചാർജ് ഈസ് വെരി ഹൈ കമ്പയർഡ് ടു ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ. സോ അതിനെപ്പറ്റി അത്ര വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1.5. 1.5. When a glass rod is rubbed with a silk cloth, charges appear on both. A similar phenomenon is observed with many other pairs of bodies. Explain how this observation is consistent with the law of conservation of charge. Law of conservation of charge പറയുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ റബ് ചെയ്യുന്നതിന് മുൻപും റബ് ചെയ്തതിന് ശേഷവും അതിന്റെ ടോട്ടൽ ചാർജ് സെയിം ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ രണ്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ റബ് ചെയ്യുന്നതിന് മുൻപ് അത് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ സിൽക്ക് എടുത്തു, നിങ്ങൾ ഗ്ലാസ് എടുത്തു, റബ് ചെയ്യുന്നതിന് മുമ്പ് അതിന് രണ്ടിനും ചാർജ് ഇല്ല. ദർ ഈസ് നോ എക്സ്ട്രാ ചാർജ്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ദ സെയിം. സോ ദ മെറ്റീരിയൽ ഈസ് ന്യൂട്രൽ ആൻഡ് ദ ടോട്ടൽ ചാർജ് വിൽ ബി 0. ഓക്കെ, ടോട്ടൽ ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും ഒന്നും എക്സസ് ഇല്ല. ദേ ആർ ഈക്വൽ ഇൻ നമ്പേഴ്സ്. ബട്ട് വെൻ യു റബ് ഇറ്റ് there will be a transfer of electron from one material to the other. ഇപ്പൊ നിങ്ങൾ സിൽക്കിൽ നിന്ന് റോഡിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് n നമ്പർ ഓഫ് ഇലക്ട്രോൺ സിൽക്കിൽ നിന്ന് റോഡിലേക്ക് പോയി എന്ന് വിചാരിക്കാം. സിൽക്കിൽ അപ്പോ n നമ്പർ ലൂസായി. സോ സിൽക്കിന്റെ ചാർജ് എന്തായിരിക്കും? +Ne, അതായത് +3q അല്ലെങ്കിൽ +2q എന്നൊക്കെ പറയുന്ന പോലെ +Ne ആണ്. Why +Ne? Because it loses the charge. അതേപോലെ തന്നെ സിൽക്ക് റോഡ് എന്ത് ചെയ്യും? ഇതിനെ ഗ്ലാസ് റോഡ് എന്ത് ചെയ്യും? ഇതിനെ അട്രാക്ട് ചെയ്യും. ഈ ഇലക്ട്രോണിനെ അതിലേക്ക് കിട്ടും. അപ്പൊ അതിന് -Ne വരും. ലൈക്ക് ഇലക്ട്രോൺ എക്സ്ട്രാ ആയി. സോ ആ ഇലക്ട്രോണിനെ ഗ്ലാസ് റോഡ് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ടോട്ടൽ ചാർജ് നമ്മൾ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? +Ne again it will become 0. അതായത്
ഒരാൾക്ക് ചാർജ് നഷ്ടപ്പെട്ടു, ഒരാൾക്ക് ചാർജ് കിട്ടി. ബട്ട് വെൻ യു ആർ ആഡിങ് ദം ബോത്ത്, സപ്പോസ് സിൽക്കിന് 3 ചാർജ് പോകും, 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടെങ്കിൽ ആ 3 ഇലക്ട്രോൺ ഗ്ലാസ് റോഡിലേക്ക് പോകും. അപ്പൊ 3 ഇലക്ട്രോൺ ഇവിടെ +3 വരും, അപ്പുറത്തെ സൈഡ് -3 വരും. സോ വെൻ യു ആർ ആഡിങ് അഗെയിൻ ദ ചാർജ് വിൽ ബിക്കം 0. ലൈക്ക് ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ് ചാർജ് ഈസ് കൺസർവ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 1.6. ഈ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരികയാണ്, ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് ഒരു 4 ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ആണ്. ആൻഡ് ദ 4 ചാർജസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. ABCD ഞാൻ മാർക്ക് ചെയ്തു. എയിൽ 2 മൈക്രോ കൂളോംബ് ആണുള്ളത്, ബിയിൽ ഉള്ളത് -5 × 10⁻⁻6 ആണുള്ളത്. ഇത് മൈക്രോ എന്ന് പറയുന്നിടത്തെല്ലാം 10⁻⁻6 എഴുതുക. സിയിലുള്ളത് 2 × 10⁻⁻6 ആണ്, ഡിയിലുള്ളത് -5 × 10⁻⁻6 ആണ്. അപ്പൊ ഇതൊരു മൾട്ടിപ്പിൾ, ഒരു സൈഡിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആയിട്ടാണ് വരുന്നത്. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മിഡിലിൽ നിങ്ങൾ ഒരു 1 മൈക്രോ കൂളോം ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഇതൊരു സിമിട്രി ഉള്ള ഫിഗർ ആണ്. 4 സൈഡ്സ് ഉണ്ട്. 4 സൈഡ്സിലും നമ്മുടെ 4 സൈഡ്സിന്റെ കോർണേഴ്സ്, ഓപ്പോസിറ്റ് കോർണേഴ്സിൽ പ്ലേസ് ചെയ്തേക്കുന്നത് ഒരേപോലത്തെ ചാർജ് ആണെങ്കിൽ, അതായത് ഇവിടെ എയിലും സിയിലും നോക്കിക്കേ, ഒരേ ചാർജാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ബിയിലും ഡിയിലും നോക്കിക്കേ, ഒരേ ചാർജാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഒരേ ചാർജ് എന്ന് വെച്ചാൽ രണ്ടും എയും സിയും രണ്ടും പോസിറ്റീവ് ആണ്, രണ്ടും 2 മൈക്രോ കൂളോം ആണ്. ഡിയിലും ബിയിലും -5 ആണ്, രണ്ടും നെഗറ്റീവ് ആണ്, -5 മൈക്രോ കൂളോം ആണ്. അപ്പൊ ഇതൊരു സിമിട്രി ഉള്ള സിസ്റ്റമാണ്. ഇങ്ങനെ സിമിട്രി ഉള്ള സിസ്റ്റങ്ങളാണെങ്കിൽ മിഡില് സെന്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 1 മൈക്രോ കൂളോം വിൽ ബി ഈക്വൽ ടു 0. നിങ്ങൾക്ക് എളുപ്പം എഴുതാനായിട്ട് പറ്റും. അല്ല, നിങ്ങൾക്ക് പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ മിഡ് പോയിന്റിന് ഇ എന്ന് കൊടുക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പെയേഴ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതെന്ത് ചാർജ് ആണ്, എത്ര ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിന്റെ ഡയറക്ഷൻ നോക്കുക. ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരേ ലൈനിൽ കൂടെ ഉള്ള ഫോഴ്സ് 2 ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആഡ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം എയും ഇയും ആണ് എടുക്കുന്നത്. FAE ആകുമ്പോൾ എന്ത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്? K 9 × 10⁻⁹ multiplication of both the charge, multiply both the charge, that is 2 × 10⁻⁻6 × 1 × 10⁻⁻6 divided by distance between. അപ്പൊ AE എന്നുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് 10 സെന്റിമീറ്റർ ആണ്, ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഡയഗണൽ ആയിട്ടാണല്ലോ വരുന്നത്. AC ഡയഗണൽ ആണ്, ഡയഗണലിന്റെ വാല്യൂ 10√2 ആണ് വരുന്നത്. AE എന്ന് പറയുന്നത് ഡയഗണലിന്റെ ഹാഫ് ആണ്. സോ 10√2 divided by 2, it will be 10/√2. നമ്മൾ എന്ത് എഴുതുക? 10/√2 the whole square. ഓക്കെ, എന്നിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നില്ല ഞാൻ, അതിന് പകരം ഞാൻ ഡയറക്ഷൻ നോക്കുകയാണ്. ഓക്കെ, ഇതും 1 മൈക്രോ കൂളോംബ് പോസിറ്റീവ് ആണ്, 2 മൈക്രോ കൂളോംബ് പോസിറ്റീവ് ആണ്. അപ്പൊ ഈ 1 മൈക്രോ കൂളോംബ് റിപ്പൽ ചെയ്ത് സിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, എയും പോസിറ്റീവ് ആണ്, ഇയും പോസിറ്റീവ് ആണ്. അപ്പൊ ഇയിലിരിക്കുന്ന ചാർജ് എന്തായാലും എയുടെ അടുത്തേക്ക് വരില്ല, ബിക്കോസ് ഇറ്റ് ഈസ് റിപ്പൽസീവ്. സോ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് സി ആണല്ലോ. ഇനി എഫ് സി ഇയുടെ ഉള്ളത് എടുക്കുക. സെയിം തന്നെ വരും. 9 × 10⁻⁹ × 2 × 10⁻⁻6 × 1 × 10⁻⁻6 divided by 10√2 the whole square. നോക്കിക്കേ, രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ ഇനി ഡയറക്ഷൻ നോക്കിക്കേ, ഈ സിയിലിരിക്കുന്ന ചാർജ് കാരണം ഈ 1 മൈക്രോ കൂളോം എന്ത് ചെയ്യും? സി, ആ സമയത്ത് നമ്മൾ മറ്റേ ചാർജ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ 2 ചാർജസിനെ ഒരേ സമയം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ 2 × 10⁻⁻6 1 കൂളോംബ്. ഈ സിയിലിരിക്കുന്ന ചാർജ് കാരണം ഈ 1 മൈക്രോ കൂളോം എവിടേക്ക് മൂവ് ചെയ്യും? ടുവേർഡ്സ് എയിലേക്ക്. നോക്കിക്കേ, സിയും എയും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഓക്കെ, ഒന്ന് ഇപ്പൊ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം 2 ഈക്വൽ ആൻഡ് ഫോഴ്സ്, 2 ഈക്വൽ ആൻഡ്
ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസൽ ഈച്ച് അതർ. അപ്പോ ഈ എയിലും സിയിലും ഇരിക്കുന്ന ചാർജിന് 1 മൈക്രോ കൂളോംബിൽ യാതൊരു എഫക്റ്റും ഇല്ല, ബിക്കോസ് ദേ ആർ പുള്ളിങ് ഇറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് ദ സെയിം ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇതിന് എഫക്റ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ല. ഇനി ഞാൻ നോക്കിക്കേ, എഫ് ഡി ഇ എടുക്കുകയാണെങ്കിൽ 9 into 10⁻⁹ ഇൻറ്റു -5ന്റെ ആവശ്യമില്ല, 5 into 10⁻⁻6 into 1 into 10⁻⁻6 divided by 10/√2 the whole square. ഓക്കെ, ഇപ്പൊ ഇത് നോക്കിക്കേ, ഇവിടെ മൈനസ് ആണ് അല്ലെ. ഇപ്പൊ ഈ 1 മൈക്രോ കൂളോംബിന് എന്തിന് ടെൻഡൻസി കാണും? ഈ -5 ഡിയിലിരിക്കുന്ന -5 10⁻⁻6ന്റെ അടുത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഇറ്റ് വിൽ try to move towards D. ആണല്ലോ. അതേപോലെ എഫ് ബി ഇയിൽ വരുമ്പോഴും സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെ വരും. 9 into 10⁻⁹ into 5 into 10⁻⁻6 into 1 into 10⁻⁻6 divided by 10√2 the whole square into, അവിടെ നോക്കിക്കേ, ഈ ബിയിലിരിക്കുന്ന ചാർജ് കാരണം എന്ത് പറ്റും? ബിയിലിരിക്കുന്ന ചാർജ് കാരണം ഈ 1 മൈക്രോ കൂളോംബ് അതിന്റെ ഡയറക്ഷനിലേക്ക് പോകും, ടുവേർഡ്സ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്, എയും സിയും. ഓക്കെ, എയും സിയും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും, ബിക്കോസ് ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇത് എഫ് ആണ്, ഇതും എഫ് ആണ്. F1 രണ്ടും F1 ആണ്. ദേ വിൽ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. ഇനി ഉള്ള ഒരു ഫോഴ്സ് ഡിയും ബിയും തമ്മിലുള്ള ഫോഴ്സ് ആണ്. The magnitude of the force is F2 and here also it is F2, but the problem is that these are acting in the opposite direction. So therefore 1 microcoulomb will not experience force. ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമിട്രി ആണോ നോക്കുക. ഓപ്പോസിറ്റ് കോർണേഴ്സിൽ പ്ലേസ് ചെയ്തേക്കുന്ന ചാർജസ് സെയിം ആണെങ്കിൽ, സപ്പോസ് 2 മൈക്രോ കൂളോംബും -2 മൈക്രോ കൂളോംബും ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. യു ഹാവ് ടു ചെക്ക് വെദർ ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സൈൻ. സൈനും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി നമുക്ക് 0 എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇതായിരുന്നു 6th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ 1 to 6 ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. നിങ്ങൾ ആദ്യം കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ഇത് നോക്കി ചെയ്യുക. അതിനുശേഷം വീണ്ടും കാണാതെ ഒന്നുകൂടെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. കുറേ പ്രാവശ്യം ന്യൂമറിക്കൽ ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത 6 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.